ഗൈസ്, സിൽവറും ബ്ലാക്കും. ഏതാണ്? x8pro 8 സീരീസിന്റെ സ്മാർട്ട് വാച്ചും കൂടി വന്നിട്ടുണ്ട്. ഞാനെന്ന സാധനം ഒറിജിനൽ കണ്ടിട്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്നാലും നല്ല അടിപൊളി സ്മാർട്ട് വാച്ച് x8proന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. കാണുന്നുണ്ടാവും. x8pro എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് പിന്നെ ഫസ്റ്റ് ഇങ്ങ് പോയിട്ട് എല്ലാവരും പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ആക്കി, പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കുക. പുതിയ പുതിയ സാധനങ്ങളാണ് ഇനി തരാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ. ഫുള്ള് വെറൈറ്റി സാധനങ്ങൾ. അപ്പോൾ എങ്ങനെ എല്ലാവരും സപ്പോർട്ട് ആക്കുക. നിങ്ങളെ ചങ്ങായിമാരിൽ വീഡിയോ എത്തിക്കുക. നമ്മളെ 2000 സബ്സ്ക്രൈബേഴ്സ് ഇന്നോ നാളെ ആയിട്ടാവും കേട്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇതന്നെ പറഞ്ഞ ആയിട്ടുണ്ടായില്ല, പക്ഷെ ഇന്ന് പറയുന്നുണ്ട് 2 ദിവസം എന്തായാലും ആവും. അപ്പോൾ പെട്ടെന്ന് ഉഷാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ ഗൈസ്, ഈ വാച്ചിന്റെ പ്രത്യേകതകൾ ഫസ്റ്റ് പറഞ്ഞുതരാം ഞാൻ. ഇങ്ങോട്ടോ, ഇത് x8pro എന്ന് പറയുന്ന W&Oന്റെ x8pro എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. ഞാൻ ഇതിന് മുന്നേ x7pro 7 സീരീസ് ഇറങ്ങിയിട്ടാകുമ്പോൾ x7pro ഒരുപാട് പീസ് ഞാൻ വിറ്റതാണ്. നല്ല സാധനമാണ്. 2.0.02 ഇഞ്ചസ് ആണ് കേട്ടോ. 2.02 ഇഞ്ചസ് ഫുൾ സ്ക്രീനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ആണ്. പിന്നെ നമ്മളെ ആപ്ലിക്കേഷൻ VRP Pro ആപ്ലിക്കേഷൻ തന്നെ. പിന്നെ ഇതിൽ സപ്പോർട്ടാണ് സംഭവങ്ങൾ നോക്കണേ. അലിപേ, NFC, പിന്നെ വോയിസ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹേ ഗൂഗിൾ എന്ന് പറയുന്ന ആ സാധനം. പിന്നെ അതേപോലെ തന്നെ ഹേ സിരി, അതെല്ലാം വർക്കാണ് കേട്ടോ ഇതിൽ. പിന്നെ അതേപോലെ തന്നെ ഹെൽത്തിൻ്റെത്. പിന്നെ അതേപോലെ തന്നെ അതാ ഷോർട്ട് വീഡിയോ കൺട്രോൾ. ഇതെന്താ സാധനം എന്നറിയോ, നമ്മൾ വീഡിയോനെല്ലാം ലൈക്ക് അടിക്കുക വാച്ചിൽ തന്നെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്കിപ്പ് ആക്കാം വീഡിയോനെ. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ള. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന 2 കളർ ഉണ്ട് കേട്ടോ. ഒരു സിൽവർ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്. നമുക്ക് ഏത് ചെയ്യാം ഫസ്റ്റ്? റുഫൈദിന് ഏതാ ഇഷ്ടോ? ബ്ലാക്ക് ചെയ്ത് നോക്കിയാലോ? എപ്പോഴും ബ്ലാക്ക് തന്നെ ചെയ്യല്, പക്ഷെ എന്നാലും ഇന്ന് ബ്ലാക്ക് തന്നെ ചെയ്യാം. അപ്പോൾ വേറെ അത് പിടിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ കണക്ട് ആക്കല്, വാൾപേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യലും എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്ന് കത്തി ചെറുതാണ്. റുഫ ഇത് കത്തി കണ്ടിട്ടില്ല എന്നെ. ഞാൻ മോനെ യൂസർ മാനുവലെല്ലാം സെയിം ആണ് കേട്ടോ. മറ്റേ x7proന്റെ പഴയ x7proന്റെ അതേപോലെ തന്നെ ഇത് യൂസർ മാനുവൽ അല്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പാസിൻ്റെ ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് സ്ട്രാപ്പ് ഒറിജിനാലിറ്റി ഫീൽ ആക്കുന്നുണ്ട് കേട്ടോ. ഒറിജിനൽ സ്ട്രാപ്പ് മാതിരി ഉണ്ട്. പിന്നെ സീരീസ് 8 വാച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. കണ്ടിടത്തേക്ക് വന്നിട്ടില്ല. എനിക്ക് സാധനം കിട്ടിയില്ല. പക്ഷെ അതിൻ്റെ ഇത് വന്നിക്കുന്ന പറയുമ്പോൾ മാസ്റ്റർ കോപ്പി വന്നിക്കുന്ന പറയുമ്പോൾ ഞാൻ എടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നല്ല സാധനമാണ്. എന്താ വയർലെസ് ചാർജിങ് കേട്ടോ. ഇതെങ്ങനെ ചാർജ് ആകുന്നതെന്നെല്ലാം കാണിച്ചു തരാം. എല്ലാം കാണിച്ചു തരുന്നു. ഓക്കെ, മോനെ നല്ല ഫിനിഷിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. x7pro പണ്ടിൻ്റെ ഫിനിഷിംഗ് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ, ഫുൾ ഡിസ്പ്ലേ. എൻ്റെ വാൾപേപ്പേഴ്സ് എല്ലാം നോക്കിയതാ, കാണുന്നുണ്ടോ? വാൾപേപ്പറെല്ലാം കിടുക്കാച്ചി. ഇതൊക്കെ നോക്കടേ, നമുക്ക് കറക്റ്റ് കടലിൻ്റെ സൈഡിൽ പോയി നിന്ന് ആ ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ. നല്ല അടിപൊളി വാൾപേപ്പേഴ്സാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മെനു സ്റ്റൈലെല്ലാം നോക്കാം. മെനു സ്റ്റൈലും അത്ര തന്നെ കുഴപ്പമില്ല കേട്ടോ. നല്ല ലുക്കുണ്ട്, ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വേറെ എന്തെല്ലാം ഫങ്ഷൻസ് ഉള്ള ഇതെവിടെ ഞാൻ പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് സോഷ്യൽ മീഡിയ കൺട്രോളർ, നമ്മളെ ഇത് ഫേസ്ബുക്ക് ഇത് മ്യൂസിക് പ്ലേ ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ കൂട്ടിയിടാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് കാണുന്നുണ്ടോ? അങ്ങനെ ഫേസ്ബുക്കത്തെ വീഡിയോസ് എല്ലാം നമുക്ക് കാണാനും പറ്റും. നല്ല സെറ്റപ്പാണ്. എന്താ രസോ, ഹെയ് പൊളിച്ച്. ഇവിടെ കാണുന്നുണ്ടോ എത്ര ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഇതെല്ലാം വാച്ച് കണക്ട് NFC ആണ്. NFC കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താക്കാം, ഇത് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് സിൽവറും കൂടി അൺബോക്സ് ചെയ്യാം കേട്ടോ. സിൽവർ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോഴേക്ക് നിങ്ങൾക്ക് റുഫൈദിനെ പറ്റിയിട്ട് കാണിച്ചു തരും കേട്ടോ. ഈ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ള സംഭവം റുഫൈദ് കാണിച്ചു തരും. ഇതിൻ്റെ ലുക്കൊന്ന് കാണിച്ചു കൊടുക്കും റുഫൈദ. സംഭവം എങ്ങനെയുണ്ടെന്ന് ക്ലാരിറ്റി കാര്യങ്ങൾ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക്. അപ്പോഴേക്ക് ഞാൻ സിൽവർ കാണിച്ചു തരാം. പ്രൈസ് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാ പ്രൈസ് പിന്നെ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണുന്നില്ല, അറിയണ്ട. 100 dirhamsന് all over UAE ഡെലിവറി ഫ്രീ. എങ്ങനെയുണ്ട് റുഫൈദ ഓഫർ? എങ്ങനെയുണ്ട്? 100 dirhamsന് all over UAE ഡെലിവറി ഫ്രീ. ഒരു പീസ് കേട്ടോ, ഒരു പീസാണ്. all over UAE ഡെലിവറി ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ സിൽവർ അൺബോക്സ് ചെയ്യുന്നതാണ്.
നല്ല അടിപൊളി കളറാണ് സിൽവർ. ഇതാ കാണും മക്കളെ, മോനെ കിറുമാണി സാധനം. സിൽവർ വർക്ക്, സിൽവർ നല്ലുണ്ട്. സിൽവർ നല്ല അടിപൊളി കളറാണ് കേട്ടോ സിൽവർ. പക്ഷെ ലുക്ക് ബ്ലാക്ക് തന്നെയാണോ. നമുക്ക് രണ്ട് കെട്ടി നോക്കാം നമുക്ക് കൈക്ക്. അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ചെയ്യണേ. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുക. ബാക്കിയെല്ലാം അതിൽ കാണിച്ചു തന്നില്ല, അതെന്നെ സാധനം. സിൽവർ ഇതാണ് കാണിക്കും. ഞാനുണ്ട് നോക്കാം, ഒന്ന് പറഞ്ഞോളൂ. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ലുക്ക് ഉണ്ട്. ഫുൾ ഡിസ്പ്ലേ ആണ് കേട്ടോ. ഡിസ്പ്ലേ ആണ്, നല്ല ക്ലാരിറ്റി ഡിസ്പ്ലേ ആണ്. ഫുൾ ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, കണക്ട് ആക്കി ആപ്പ് കണക്ട് ആക്കി മറ്റേതാക്കി എന്താ ആന്നെ ആപ്പ് കണക്ട് ആക്കിയിട്ട് നമ്മൾ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതാ ഈ ബട്ടൻ്റെ അടുത്താണ് ഈ സ്ട്രാപ്പ് ഇടേണ്ടത് കേട്ടോ. ഈ ബട്ടൻ്റെ താഴെയാണ് ഈ സ്ട്രാപ്പ് ഇടേണ്ടത് കേട്ടോ. അവ മറക്കണ്ട. പിന്നെ ഇനി എന്നോട് ചോദിക്കണ്ട അങ്ങനെ സ്ട്രാപ്പ് ഇടലെന്ന്. കുറേ ആൾക്കാർ കുടുങ്ങുന്നതാണ് സ്ട്രാപ്പ് ഇടാൻ കേട്ടോ. ഒന്നും ബേജാറായിട്ടൊന്നും കാര്യമില്ല. പിന്നെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൽ കിട്ടാത്താക്ക് 050-155-7960 കേട്ടോ. UAE നമ്പറാണ് 050-155-7960. ആൾ ഓവർ UAE മാത്രമേ ഡെലിവറി നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി സ്ഥലത്തും കൂടി സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രേ കളർ ഷർട്ട് ഇട്ടതിനെ കൊണ്ട് സിൽവർ കളർ നല്ല ലുക്ക് ഉണ്ടാവും കാണുന്നുണ്ട്. അതിൻ്റെ കൈക്ക് അങ്ങനെയുണ്ട്. സിൽവർ ഉണ്ടല്ലേ. നമുക്ക് ബ്ലാക്കിൻ്റെ കൂടി സ്ട്രാപ്പ് ഇടാം കേട്ടോ. ബ്ലാക്കിൻ്റെ സ്ട്രാപ്പും കൂടി ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാം അങ്ങനെയുണ്ട്. ഏത് കളറാണ് ഇഷ്ടമായി? എനിക്ക് ഏത് കളറാണ് ഇഷ്ടമായി? കളറാ എനിക്ക് ഏത് കളറാണ് ഇഷ്ടമായി? ഇവ എന്താക്കുന്ന രണ്ടും നല്ല കളർ പോയി. രണ്ടും കാര്യമായ കളറല്ലേ. രണ്ടിലും ഇതുണ്ട് കേട്ടോ. നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ നമ്പർ പറഞ്ഞേക്ക്. അപ്പോൾ പെട്ടെന്ന് ഓർഡർ ആക്കിയാൽ നല്ല മജയുള്ള സാധനമാണ്. രണ്ട് കളർ അടിപൊളിയാണ്. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല കളറാണ്. പിന്നെ ഇനി നമുക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ വാൾപേപ്പർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിലേക്ക് തന്നെ കൂട്ടിയിട്ടാലോ? എങ്ങനെ ഉണ്ടാവും? കൂട്ടിക്കളിയല്ലേ? അതാണ്. അപ്പൊ എന്താ പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവണ്ട. വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതും പിന്നെ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളും. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ കേട്ടോ. x8pro ഇവന് ഡൗൺലോഡ് ആയിക്കൊണ്ടുണ്ട് റുഫൈദ്. പിന്നെ അതേപോലെ തന്നെ റുഫൈദാണ് കേട്ടോ ഇത്. അപ്പോൾ റുഫൈദിനെ കാണിച്ചാന്നിട്ട് ആരും പറയണ്ട. ഇതാണ് ആള്. ഓക്കെ, ഇതാണ് നമ്മളെല്ലാ വീഡിയോസ് എല്ലാം എടുക്കുന്ന നമ്മളെ സപ്പോർട്ടാക്കുന്ന ഒരു ചങ്ങായാണ്. പിന്നെ അതേപോലെ തന്നെ അവന് ബാക്കി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് അവന് കാണിച്ചു തരും കേട്ടോ. ആപ്ലിക്കേഷൻ ഡൗൺലോഡായി ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതെല്ലാം ഓന് അതേമാതിരി ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. നല്ല ക്ലിയർ ഇല്ല, കുറച്ചിങ്ങോട്ടേക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് സുറുനെ കാണിച്ചു കൊടുക്ക്. പിന്നെ ലോഗിൻ ഇവിടെ താല് ഈ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ലോഗിൻ ആവും കേട്ടോ. എന്താ ഏതാ അക്കൗണ്ട് ഉള്ളത് അതിലേക്ക് ക്ലിക്ക് ആക്കി കൊടുക്കുക. 2-3 അക്കൗണ്ടെല്ലാം ഉണ്ട് ചങ്ങായിക്ക്. പിന്നെ അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും കൊടുത്താൽ മതി. വെയിറ്റ് തന്നെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഡെയിലി ഒരു 5000 മീറ്റർ ഓടുന്നുള്ളത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണക്ട് ഡിവൈസ് ഇവിടെ വാച്ചും പിന്നെ അതേപോലെ തന്നെ എയർപോഡും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഓക്കെ, അതവിടെ വാച്ചിൻ്റെ അടുത്തേക്ക് പോയാൽ എല്ലാം അലോ കൊടുക്കുക കേട്ടോ. അലോ കൊടുക്കുക, എല്ലാം അലോ കൊടുത്തിട്ട് ഒന്ന് ഡെനി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡിവൈസ് ഇവിടുന്ന് സെർച്ച് ചെയ്താൽ അത് ഡിവൈസ് കൊടുത്താൽ സ്കാൻ ആക്കിയാൽ കിട്ടുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു വാച്ച് കണക്ട് ആകുന്നതായിരിക്കും കേട്ടോ. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് കണക്ട് ആകുന്നതായിരിക്കും കേട്ടോ. സെർച്ച് ചെയ്തിട്ടാവട്ടെ ഏതാ വരുന്നതെന്ന് അറിയില്ലല്ലോ, നോക്കാം. x8pro എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ കണക്ട് ആവുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഈ വാച്ചിലേക്കാണ് കണക്ട് ആയ സിൽവറിലേക്ക് കേട്ടോ. അപ്പോൾ കമ്പനിക്ക് വരെ തന്നെ ഇഷ്ടപ്പെട്ട ഇത് ക്യാരി ഔട്ട്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്കൊരു വാൾപേപ്പർ റുഫൈദിൻ്റെ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, എന്താ ഇതിലെല്ലാം പോയിട്ട് നമ്മളെ x8pro റീഡ് ആപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നല്ലോ ഓപ്പൺ ചെയ്തിട്ടിടാം. ഓക്കെ ഓക്കെ ഓക്കെ, ക്യാരി ഔട്ട് കൊടുക്കുക. ഐ നോ
Go to settings. Go to settings. പെർമിഷൻസ് കൊടുക്കണം കേട്ടോ. ഗോ ടു സെറ്റിങ്സിൽ പോയിട്ട് പെർമിഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ പെർമിഷൻസിൽ പോയിട്ട് പെർമിഷൻസ് ഇടയിൽ പെർമിഷൻസ് ഓപ്പൺ ആക്കിയിട്ട് പെർമിഷൻ കൊടുക്കും. ആപ്പ് പെർമിഷൻസ് ഇതന്നെ. ഇതിൽ പോയിട്ട് നമ്മൾ മറ്റേ ആപ്പ് പെർമിഷൻസിൽ പോയിട്ട് അവിടുന്ന് നമ്മളെ എല്ലാത്തിലും ആപ്പ് പെർമിഷൻ കൊടുക്കണം കേട്ടോ. ആപ്സിൽ നമ്മളെ വിയർ ഫിറ്റ് പ്രോ എന്ന് പറയുന്ന ആപ്പ് ഇവിടെ ഉണ്ട്. ഇതിൽ പോയിട്ട് ഒരു പെർമിഷൻ എന്തോ കൊടുക്കാൻ മറന്നു വയ്ക്കുന്നു, മൈക്രോഫോണിൻ്റെ. അത് കൊടുത്ത് ഞാനിപ്പോൾ ബാക്ക് വരാം എന്നിട്ട് ആപ്പിലേക്ക് തന്നെ പോവാം. ആപ്പിൽ വന്നിട്ട് ഇവിടുന്ന് ടു അപ്ഡേറ്റ് കൊടുത്താൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേഷൻ കിട്ടുന്നതായിരിക്കും. അപ്ഡേഷൻ എന്തായാലും ഉണ്ടാവും, ന്യൂ വെർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്ഡേഷന് കാര്യങ്ങളെല്ലാം ഉണ്ടാവും വാച്ചിൻ്റെതും. അപ്പോൾ മൊബൈൽ ഫോൺ മാത്രമല്ല സ്മാർട്ട് വാച്ചും അപ്ഡേഷന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ് ഏകദേശം ആയി. ഓക്കെ, ഇപ്പോൾ ഇതിലേക്ക് അപ്ഡേഷന് ഫുള്ള് ഇതിലേക്ക് കയറുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്നിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ നിർത്താം കേട്ടോ. ഇത് ആയിട്ടുണ്ട് കേട്ടോ, 100% ആയിട്ടുണ്ട്. ഇതാ ഫോണിലും ആയിട്ടുണ്ട് കേട്ടോ, OT കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് പിന്നെ ഇനിയിപ്പോൾ വാൾപേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് വാച്ച് ഒന്ന് സ്വിച്ച് ഓഫ് ആയിട്ട് സ്വിച്ച് ഓൺ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാം കേട്ടോ. ഇതിൽ ഒരുപാട് വാൾപേപ്പേഴ്സ് കമ്പനി ഫ്രീ ആയിട്ട് ആപ്പ് അപ്ഡേറ്റ് ആയിട്ട് കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാൾപേപ്പേഴ്സ് ആൾ ഡയൽസിൽ പോയാൽ ഇവിടെ നമുക്ക് നമ്മളെ ഫോട്ടോ വെക്കാനുള്ള ഒരു വാൾപേപ്പറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഗാലറിയിൽ പോയിട്ട് നമുക്ക് എന്ത് ഫോട്ടോ വേണമെങ്കിലും, നമ്മളെ ചെക്കൻ്റെ ഫോട്ടോ ഉണ്ടാവും ഇവിടെയെങ്കിൽ അവന് വെച്ചൊരു ഫോട്ടോസ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഒരു ഫോട്ടോ സെലക്ട് ആക്കിയിട്ടുണ്ട്. അതിനെ ക്രോപ്പ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രോപ്പ് ആക്കിയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ക്രോപ്പ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ സ്റ്റൈല് പൊസിഷൻ എല്ലാം മാറ്റാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടില്ല, സംഭവം കണ്ടില്ല എന്താ? ഓക്കെ, അപ്പോൾ ഇത് വാൾപേപ്പർ സെറ്റായിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗൈസ്, ചെറിയ പണിയേ ഉള്ളൂ. അതിൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പഴയ വീഡിയോസ് പോയിട്ട് നോക്കിയാൽ മതി. വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന തന്നെ വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ വാൾപേപ്പറിൽ ഫോട്ടോ സെറ്റ് ആയതോടെ ഈ വീഡിയോ നിർത്താം കേട്ടോ. നമുക്ക് 98% ആയി. ഇതാ വാൾപേപ്പറിൽ ഫോട്ടോ വന്നത് ഇവിടെ നോക്കിയിട്ട് എമ്മാതിരി ക്ലാരിറ്റി ആണെന്നറിയാം. അത് ഇവിടെ കാണുന്നുണ്ടോ? ഇതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നോക്ക്, നല്ല അടിപൊളി ക്ലാരിറ്റി കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ചങ്ങായിമാരിൽ എത്തിക്കുക, UAE ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലായിടത്തും ഡെലിവറി അവൈലബിൾ ആണ്. കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഞാൻ വീഡിയോൻ്റെ അടുക്കും പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. അപ്പോൾ ഫുള്ള് ഫയർ ആയിട്ടോ. പവർ ബൈ.